ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Audacity എന്ന ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മൾ ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്ത് അതിലെ ഓഡിയോയിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. പലപ്പോഴും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ ഈ ഓഡിയോ എല്ലാം യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ആവശ്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് അത്ര നല്ലതായി തോന്നാറില്ല. അതിനാൽ തന്നെ എപ്രകാരമാണ് നമുക്ക് Audacity എന്ന ഈ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം ഒഴിവാക്കുക എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്രകാരം കുറച്ച് സമയം സൈലൻ്റ് ആയിരിക്കുക. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്യാപ്ചർ ചെയ്യുന്നതിനാണ് ഇത്തരത്തിൽ നമ്മൾ സൈലൻ്റ് ആയിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് കേൾക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇത്രയും ഭാഗം ഞാൻ സൈലൻ്റായി ഇവിടെ നിന്നാണ് നമ്മുടെ വോയിസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദാഹരണമായി ഇത്ര ഭാഗം ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് കേൾക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്തരത്തിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇവിടെ വരുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം റിമൂവ് ചെയ്യാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്തരത്തിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രമായി ക്യാപ്ചർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ എഫക്ട്സ് എന്നതിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോയ്സ് റിമൂവൽ ആൻഡ് റിപ്പയർ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ നിങ്ങൾ നോയ്സ് റിഡക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം നോയ്സ് റിഡക്ഷൻ എന്നതിൽ പോയതിനു ശേഷം ഇവിടെ നമുക്ക് കാണാം സ്റ്റെപ്പ് 1 എന്ന് വന്നിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് 1 എന്നതിൽ നമുക്ക് ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു നോയ്സ് ഉള്ള ഭാഗം ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത്രയും ഭാഗം മാത്രമാണ്. ഇനി നമ്മൾ ഈ ഒരു ക്ലിപ്പ് മുഴുവനായി സെലക്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ വൈറ്റ് ലൈൻ ഇത് കംപ്ലീറ്റ് ആയി സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇവിടെ വീണ്ടും എഫക്റ്റ് എന്നതിൽ പോയതിനു ശേഷം ഇവിടെ നോയ്സ് റിമൂവൽ ആൻഡ് റിപ്പയർ എന്നതിൽ പോയതിനു ശേഷം നോയ്സ് റിഡക്ഷൻ എന്നതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോയ്സ് റിഡക്ഷൻ വാല്യൂ എല്ലാം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാല്യൂ എല്ലാമാണ്. അതായത് നിങ്ങളുടെ ക്ലിപ്പിൽ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം വരുന്നുണ്ടെങ്കിൽ ഇപ്രകാരം നിങ്ങൾക്ക് ഇവിടെ വാല്യൂയിൽ വ്യത്യാസമെല്ലാം വരുത്തി നിങ്ങളുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന നോയ്സ് എല്ലാം റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഇത്രയും ഭാഗം വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഓഡിയോയിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം റിമൂവ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്